അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യം നാട്ടിലെ വരവിൻ്റെ ലാസ്റ്റ് ഡേ ആട്ടോ. പാറിൻ്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാറിൻ്റെ വീട്ടിൽ വന്നേക്കാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നത്. പാറു ഇവിടെ സാധനങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെക്കുന്നേ ഉള്ളൂ. പഴയ വീട് ഒഴിഞ്ഞു കൊടുക്കണം. അവിടുന്ന് ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അമ്മ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ മട്ടേരി ചോറും ചീരത്തോരനും മുട്ട അവിയലും ഇത് കൊഞ്ചും മുരിങ്ങയ്ക്കയും വഴുതനങ്ങയോട് ഇട്ട ഒഴിച്ചു കറിയ. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞതേ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മ കുറച്ച് കപ്പ പുഴുങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുളക് ചട്നിയും മുളക് ഉള്ളിയും കൂടെ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ. ഞുഞ്ഞുമോൻ ഒത്തിരി ഹാപ്പി കേട്ടോ. അവനൊന്നും മനസ്സിലാവുന്നില്ല. ഓരോ വീടുകൾ മാറുന്നു, ഓരോ ആളുകൾ, പുതിയ പുതിയ ആളുകൾ, മൊത്തത്തിൽ അവൻ ഹാപ്പിയാ. ഇപ്പം ഇച്ചിരി നിർബന്ധമൊക്കെ ഉണ്ട് നമ്മൾ എടുക്കാനും ഒക്കെ. നേരത്തെ അത്രയില്ലായിരുന്നെന്ന് അമ്മ പറയുന്നത്. പിന്നെ അമ്മയ്ക്ക് എന്തോ ഉണ്ടാക്കി തരണമെന്ന് അറിയത്തില്ല. നമുക്കാകെ ഒരു വയറല്ലേ ഉള്ളൂ, കഴിക്കുന്നതിനൊരു പരിധിയില്ലേ. ദേ അങ്കും സൃഷ്ടിയും കൂടെ ഞുഞ്ഞുമോനെ ഇളക്കാൻ വേണ്ടിയുള്ള പരിപാടികളാട്ടോ. അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ വട്ടമിട്ട് വന്ന് നിൽക്കും. ഈ പിള്ളേരുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ അവൻ ഓടുമ്പോഴത്തേക്ക് അവരിങ്ങനെ എടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ ഒലയ്ക്കും. കുഞ്ഞിന് ദേഹം വേനിക്കുമെന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അവനെ എടുക്കും, കറക്കും, കുലുക്കും. എന്നാലും അവൻ അവരുടെ അടുത്തേ പോകത്തുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. ഒത്തിരി കൊണ്ട ഒറ്റ കരച്ചില്ല. അവരെന്താ ചെയ്യുന്നോ അവിടെ അവനും ഉണ്ട്. അതാണ് നമ്മുടെ ഞുഞ്ഞുമോൻ. പിന്നെ ഇത് നമ്മുടെ ലുലുമോളാട്ടോ. നമ്മുടെ ലുലുമോളിലോട്ട് പോവുക. കൊച്ചി വന്നിട്ട് ലുലുമോളിൽ പോയില്ലെങ്കിൽ എന്താ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ലുലുമോളിൽ വൈകുന്നേരം ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് തെണ്ടി തിരിഞ്ഞ് നടന്നു കേട്ടോ. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പാറും അമ്മയും കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ പാരഗൺ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. ദേ അമ്മയും ഞുഞ്ഞുമോനും പോയി സംസാരിക്കുന്നത് നമ്മുടെ നില ബേബി അടുത്താട്ടോ. നമ്മുടെ പേളിമാണി എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിക്കാരി അടുത്താണ് അമ്മയും ഞുഞ്ഞുമോനും പോയി കുറേ സംസാരിച്ചു. അവർ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. ദേ പേളിമാണി ഞാൻ അടുത്ത് പോയി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവരുടെ പ്രൈവസി ടൈമിൽ എടുത്തില്ല. പിന്നെ അവരുടെ കുഞ്ഞിനെയൊക്കെ നമ്മൾ അങ്ങനെ എടുത്ത് നമ്മുടെ വീഡിയോയിൽ ഇടുന്ന അത്ര ശരിയല്ലല്ലോ. അവർക്ക് ഒരു പ്രൈവസി ഇല്ലേ. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. അവിടെയുള്ള എന്തൊക്കെ സ്പെഷ്യലാണോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ക്രാബ്, കൂന്തൽ റോസ്റ്റ്, ബീഫ് കറി, ചില്ലി ഗോബി, അരിപ്പത്തിരി, പൊറോട്ട, നൂൽ പൊറോട്ട. പിന്നെ അവിടുത്തെ ഒരു നല്ലൊരു സൂപ്പർ സംഭവമായി അപ്പം കേട്ടോ. കിടിലമായിട്ടുണ്ട് വെള്ളയപ്പം. പിന്നെ ചട്ടിയിലുണ്ടാക്കുന്ന കൊഞ്ചും മാങ്ങയും സൂപ്പർ ഫുഡാട്ടോ. പാറു വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട് നമുക്ക് പാരഗണിൽ പോവാം, ബിരിയാണി കഴിക്കാം. പക്ഷേ ബിരിയാണി ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഡെസേർട്സ് ആയിട്ട് വാങ്ങിയത് തിരമിസു വാങ്ങി, പിന്നെ ടെൻഡർ കോക്കനട്ട് പുഡിങ് വാങ്ങി, റെയിൻബോ കേക്ക് വാങ്ങി. ഇത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഗ്രേപ്പ് സർബത്ത്. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗ്രേപ്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളിന്ന് ഉണക്കമുന്തിരിങ്ങയൊക്കെ ഒത്തിരി അടിച്ച് കുടിക്കുന്നതുകൊണ്ട് നല്ല ഫ്ലേവറാണ്. രാക്കെ ബബിൾ ടീ ഓർഡർ ചെയ്ത്. ഇതും ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. ലുലു മോളിൽ ഇവർക്ക് 3 നിലയിലായിട്ട് 3 പാരഗണാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് വന്നിരിക്കുന്നത്. ദേ നമ്മുടെ ഞുഞ്ഞുമോനും ഒത്തിരി ഹാപ്പി ആട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നാട്ടിലെ ലുലു മോൾ വിശേഷങ്ങൾ. ശരിക്കും എൻജോയ് ചെയ്തു. വന്നില്ലെങ്കിൽ നഷ്ടമായി പോയാനേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ടാണ്. എന്തിനാ വെച്ചാൽ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാമെന്ന് വെച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് പോവുക. തിരക്കുണ്ടെങ്കിൽ നമ്മളതൊന്നും അറിയത്തേ ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് വന്ന് കാണിച്ച് പോയാൽ പോരെ. അതേ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാം കഴിഞ്ഞതേ പുറത്ത് വന്നപ്പോൾ നല്ല സൂപ്പർ മഴ. അപ്പോൾ അത് കുറച്ച് എൻജോയ് ചെയ്ത് നിന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ലുലു മോളിലെ പാരഗണിലോട്ടാ. പാറു പറഞ്ഞ് മസ്റ്റായിട്ട് അവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ അത് കഴിക്കാതെ എങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പപ്പടം, അച്ചാറ്, എന്തോ ഒരു ചമ്മന്തി, പിന്നെ സാലഡ്. അപ്പോൾ അതെന്തായാലും കഴിച്ചിട്ട് ഇനി തിരിച്ചു പോകുന്നുള്ളൂ. കൂടെ നമ്മുടെ തലേദിവസം കഴിച്ച ആ ഗ്രേപ്പ് സർബത്തും വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. നമ്മുടെ ലോകത്തിലെ ടോപ്പ് 5 റെസ്റ്റോറൻറ്റ്സിൽ ഒരെണ്ണം കേട്ടോ ഈ പാരഗൺ. സൂപ്പർ ഫുഡാണ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വലിയ പ്രൈസൊന്നും അവർ ഇടുന്നില്ല. നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടും. പാറു എൻ്റെ അടുത്ത് പറഞ്ഞു പെന്നി എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം ഇറങ്ങിയിട്ടുണ്ട്, അത് അടിപൊളിയാണ്. അപ്പോൾ ലുലുമോളിൻ്റെ ഒരു കോർണറിൽ അത് ഇരിക്കുന്ന കണ്ടു. ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ അതും വാങ്ങിച്ച് കഴിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ദേ പാറു അടുക്കലും ഒതുക്കലും പറക്കലുമാണ്. പൊട്ടുന്നതൊക്കെ ഞുഞ്ഞുമോനും ഫ്രണ്ടിലുണ്ടായിരുന്നു. സൃഷ്ടി സ്കൂളിൽ പോയി കേട്ടോ. അപ്പോൾ അങ്കുവാണ് ഇന്ന് ഞുഞ്ഞുമോനെ സൈക്കിൾ ഓടിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ.
സൃഷ്ടി ഒരുപാട് അവധി എടുത്തല്ലോ നമ്മൾ കൊല്ലത്ത് നിന്നപ്പോഴൊക്കെ, അതുകൊണ്ട് അവള് സ്കൂളിൽ പോയി. ദേ നമ്മുടെ നിന്നുമോന്റെ ആദ്യത്തെ കീക്കി ചെരുപ്പാ. പാറും അമ്മയും കൂടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ ഈ ഈന്തപ്പഴം, പച്ച ഈന്തപ്പഴം. അല്ലാത്ത കാറ ചെവയെ കഴിക്കാൻ പറ്റത്തില്ല. പാരഗണി പോയപ്പോ ഇതിന്റെ അച്ചാറായിരുന്നു, അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞ അച്ചാർ ഇട്ട് വെച്ചോളാൻ. ദേ നമ്മളിപ്പോൾ നിൽക്കുന്നത് രാക്കയുടെ അച്ചമ്മയുടെ വീട്ടിലാണ്. ഇത് തൃപ്പൂണിത്തുറയിൽ മുളന്തുരുത്തി എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഈ തറവാടാ. അച്ചമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ താമസിക്കാൻ. ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചീവീടി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചുറ്റും കാട് പോലെ മരങ്ങളാ. അതിൻ്റെ നടുക്കാണ് ഈ തറവാട് നിൽക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൂടെ. ഒരു വലിയ കുളം അതിൻ്റെ അപ്പുറത്തോട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, കാരണം നല്ല കാട് പിടിച്ച് കിടക്കും. ഇപ്പം മഴയായുണ്ട്. പിന്നെ അടുത്തൊന്നും അങ്ങനെ വീടുകളും ഒന്നുമില്ല. അപ്പോൾ അച്ഛമ്മയെ നോക്കാനായിട്ട് ഇപ്പോൾ 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരാണ് അച്ഛമ്മയെ നോക്കുന്നതും വീടും കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നത്. റൂംസ് എല്ലാം പൂട്ടിയിട്ടിരിക്കുക. ആകെ ഈ ഫ്രണ്ടും പിന്നെ അച്ഛമ്മ ഇടനാഴി സ്ഥലത്താണ് കിടക്കുന്നത്. പിന്നെ അവിടുന്ന് ഡൈനിങ് ഹാള്, കിച്ചൺ അങ്ങനെ ഇറങ്ങുന്ന ഒരു പഴയ ഒരു രീതിയാണ്. ഈ വീടെന്ന് പറഞ്ഞാൽ ചുറ്റും മരങ്ങളുടെ ഇങ്ങനെ നടുക്കാട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം ഇവിടെ വരുമ്പോൾ. ഇതാ ഞാൻ പറഞ്ഞ ഫ്രണ്ടിലൂടെ ഒഴുകുന്ന ആ ഒരു വെള്ളം. മഴയൊക്കെ ആയിട്ട് ഇപ്പം നല്ല രീതിയിൽ തെളിഞ്ഞങ്ങനെ പോകുന്നുണ്ട്. കുറേ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തേ ഉള്ളൂ. ഈ റൂമൊക്കെ ബാക്കി പൂട്ടി ഇങ്ങനെ ഇട്ടേക്കുവാ, കാരണം ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സൈഡിലേക്ക് അച്ചമ്മ കിടക്കുന്നത്. അച്ചമ്മയ്ക്ക് ഇപ്പോൾ 96 വയസ്സായി. ഞാൻ പറഞ്ഞല്ലേ 2 പേരാണ് നോക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ചുറ്റുമൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഇല്ലാത്ത കൃഷിയില്ല കേട്ടോ, ഒരുപാട് കൃഷികളാണ്. തെങ്ങും വാഴയും ഇപ്പം നോക്കാനൊന്നും അങ്ങനെ ആരും ഇല്ല. അതങ്ങനെ അങ്ങ് കിടന്ന് വളരുക. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ആയിരുന്നു പണ്ട് ബാത്റൂം, പുറത്തൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം അകത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛമ്മയുടെ കിച്ചൺ ഏരിയയും കാര്യങ്ങളും ആയിരുന്നു. ഇത് ശരിക്കും രാക്കയുടെ അച്ഛൻ്റെ അമ്മയാണ്. നമ്മുടെ കൊച്ചനില്ലേ, കലക്കുഞ്ഞിയും കൊച്ചനും കുക്കുവിൻ്റെ, അവൻ്റെ അച്ഛനും രാക്കയുടെ അച്ഛനും അനിയനും ചേട്ടനും കേട്ടോ. അപ്പോൾ ശരിക്കും അങ്കുവിൻ്റെ അപ്പുവ അതായിരുന്നു. അവൻ്റെ ജീവനായിരുന്നു. തിരിച്ചും അപ്പുവയ്ക്കും അവനെ ജീവനായിരുന്നു. അപ്പോൾ അപ്പുവേ ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു വിഷമമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അപ്പുവായിട്ടായിരുന്നു ഇവിടെ വന്നത്, കാരണം അവനെ ഇങ്ങനെ താങ്ങി എപ്പോഴും നടക്കും. അവർ 2 പേരും ഒരുമിച്ചായിരുന്നു നാട്ടിൽ വരുമ്പോൾ. ഇതാ അച്ചമ്മ. അപ്പം അങ്കു എന്തൊക്കെയോ പറയുന്നുണ്ട്, അച്ചമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. പരസ്പരം അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം അവൻ പറയുന്ന അച്ചമ്മയ്ക്ക്, അച്ചമ്മ പറയുന്ന അവനും അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എങ്കിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ, അത് സമ്മതിക്കണം. അച്ചമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ പ്രായത്തിൻ്റെതായ വ്യായാമമൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. പിന്നെ അച്ചമ്മയ്ക്ക് ഇവിടെ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടം. കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ നടക്കും. പിടിച്ചൊക്കെ ഇപ്പോൾ അവർ കൊണ്ടുപോകും. ബാത്റൂമിലൊക്കെ തന്നെയൊക്കെ മെല്ലെ മെല്ലെ പോകുന്നു പറയും. പിന്നെ 2 പേരും അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരാൾ ഫുൾ ടൈം കൂടെ കിടക്കാനും ഉണ്ട്. ഒരു ചേച്ചി പിന്നെ അടുത്തായതുകൊണ്ട് ബാക്കി പാചകത്തിനും ക്ലീനിങ്ങിനും ഒക്കെ വരുന്നതാണ്. അങ്ങനെ അച്ചമ്മയും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. അതേ പുറത്തോട്ട് നോക്കുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കേ. ഫ്രണ്ടിലൊക്കെ നമ്മുടെ ജാതിക്കയുടെ തോട്ടം കേട്ടോ മുന്നിലോട്ട്. പിന്നെ ഞാൻ കൂടുതൽ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. അങ്ങോട്ടൊന്നും ആരും പോകാത്തൊരു സ്ഥലമല്ലേ സൈഡിലോട്ടൊക്കെ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ്. കാരണം പണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ ആരും ഇല്ലല്ലോ. പണ്ട് അപ്പുവാ, ഞാൻ ചിറ്റപ്പന്നാണ് വിളിക്കുന്നത് കേട്ടോ. ചിറ്റപ്പന ഉള്ളപ്പോൾ ഞാൻ ചിറ്റപ്പൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ചിറ്റപ്പ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തരുന്ന ഓർമ്മയുണ്ട്. അപ്പം അച്ചമ്മയുടെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ 2 ചേച്ചിമാരെ അച്ചമ്മ ഇപ്പം നോക്കുന്നത്. ഒരാൾ ഫുൾ ടൈം കാണും, കാരണം അച്ചമ്മ വീണിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യമേ. അതുകൊണ്ട് കുറച്ച് കെയർ വേണം. അവിടുത്തെ കിണർ അത്ര പഴക്കമുള്ളതാണ്. അകത്ത് മുഴുവൻ ചെടിയൊക്കെ ഇങ്ങനെ പിടിച്ചെങ്കിലും നല്ല വെള്ളമാണ്. കിച്ചണിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഏരിയയിലോട്ടാണ് കിണർ നിൽക്കുന്നത്. ഞാനിതൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അങ്കുവിനെയും കാണിച്ചു കൊടുത്തു. അവനും ഒത്തിരി സന്തോഷമായി. അച്ചമ്മ ഉള്ളപ്പോൾ മുറ്റമൊക്കെ നല്ല വെളുവിളാന്ന് കിടന്നു. ഇപ്പം ജസ്റ്റ് ആ ചേച്ചിമാരായതുകൊണ്ട് തൂത്തിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭംഗി ആയിരുന്നില്ല നേരത്തെ അച്ചമ്മയ്ക്ക് ആരോഗ്യമുള്ള കാലത്ത്. പാവ അച്ചമ്മ ദേ ഞങ്ങളെ യാത്ര അയക്കാൻ വരിക. രാക്കയുടെ വീട്ടിൽ ഷൊർണൂർ എനിക്കൊന്ന് പോകണമെന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പറ്റിയില്ല, ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ രാക്കയെ പോയിട്ട് വന്നതേ ഉള്ളൂ. അതും പൂട്ടിയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ കൊല്ലത്തെ വീടും പൂട്ടിയിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നതിലും ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നാട്ടിലെ വ്ളോഗും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.